വിശുദ്ധമായ റമളാൻ മാസം അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച പുണ്യമായ മാസം. അള്ളാഹുവിന്റെ സ്വർഗം അലങ്കരിച്ചുകൊണ്ട്, ആ സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറന്നിട്ടുകൊണ്ട്, ആ സ്വർഗം പോലും അള്ളാഹുവിനോട് ദുആ ചെയ്യുന്ന പടച്ചവനെ, എന്റെ വീടിന്റെ അകത്ത് താമസിക്കാനുള്ളവരെ എനിക്ക് നീ തരണേ എന്ന് പറഞ്ഞ് അള്ളാഹുവിന്റെ സ്വർഗം പോലും ദുആ ചെയ്തുകൊണ്ട് കാത്തിരിക്കുന്ന പരിശുദ്ധമായ റമളാൻ. എന്റെ പ്രിയമുള്ളവരെ, പരിശുദ്ധമായ റമളാൻ മാസത്തിന്റെ മഹത്വവും പവിത്രതയും നമ്മളിൽ പലർക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം, അള്ളാഹുവിന്റെ പ്രവാചകനാണ് മൂസാ നബി അലൈഹിസ്സലാം. അള്ളാഹുവിനോട് സംസാരിച്ച പ്രവാചകനാണ് മൂസാ നബി അലൈഹിസ്സലാം. ആ മൂസാ നബി അലൈഹിസ്സലാം ഒരിക്കൽ അള്ളാഹുവിനോട് ചോദിച്ചു, പടച്ചവനെ, എന്നെക്കാളും നിന്നിലേക്ക് അടുത്ത ആരെങ്കിലും ഉണ്ടോ തമ്പുരാനെ? മഹാനായ മൂസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് ചോദിക്കുകയാ, നീ എന്നെ ബഹുമാനിച്ച പ്രവാചകനാണ്, ഞാൻ അള്ളാഹുവേ നിന്നോട് സംസാരിച്ച പ്രവാചകനാണ്. അതുകൊണ്ട് റബ്ബേ, എന്നെ നീ ബഹുമാനിച്ചിട്ടുണ്ട്, ആദരിച്ചിട്ടുണ്ട്, ഞാൻ നിന്നിലേക്ക് വല്ലാതെ അടുത്തതാണ്. അള്ളാഹുവേ, എന്നെക്കാളും അടുത്ത ആരെങ്കിലും ഉണ്ടോ എന്ന് മഹാനായ മൂസാ നബി അലൈഹിസ്സലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഒരിക്കൽ ചോദിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് പറഞ്ഞു കൊടുക്കുന്ന, മൂസാ നബിയേ, നിന്നെക്കാളും അടുത്ത ഒരു വിഭാഗമുണ്ട് മൂസാ നബിയേ. മൂസാ നബി അലൈഹിസ്സലാം അത്ഭുതത്തോടെ പടച്ചവനോട് ചോദിക്കുന്നു, ആരാ തമ്പുരാനെ? എന്നെക്കാളും നിന്നിലേക്ക് അടുത്തതാരാണ്? ആ സമയത്ത് അല്ലാഹു പറയുന്നതാ, അവിടുന്ന് വഹി അറിയിച്ചു കൊടുക്കുകയാണ്. അല്ലാഹു പറയുന്ന, മൂസാ നബിയേ, അവസാനമതാ പടച്ചവനെ ഒരു കാലഘട്ടം കടന്നു വരും, അവസാനം ഒരു ഉമ്മത്ത് കടന്നു വരും, അതാ അവസാനം ഒരു സമുദായം കടന്നു വരും. ആ സമുദായത്തിന് റമളാൻ എന്ന് പറയുന്ന ഒരു പുണ്യമായ മാസം ഞാൻ അവർക്ക് കൊടുക്കുന്നുണ്ട്. അനുഗ്രഹങ്ങളുടെ പൂക്കാലമായ പരിശുദ്ധമായ റമളാൻ എന്ന് പറയുന്ന ഒരു മാസം ഞാൻ ആ അവസാന സമുദായത്തിന് കൊടുക്കുന്നുണ്ട്. ആ മാസം അവർക്ക് കൊടുത്തു കഴിയുമ്പോ അവര് നീ എന്നിലേക്ക് അടുത്തതിനേക്കാൾ ആ റമളാൻ കൊണ്ട് എന്നിലേക്ക് അടുക്കുമെന്ന് അല്ലാഹു പറഞ്ഞതായി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അവസാനം ഒരു സമുദായം ഞാനും നിങ്ങളുമുണ്ടല്ലോ, അല്ലാഹു പറയുന്ന അവർക്ക് റമളാൻ എന്ന് പറയുന്ന ഒരു പുണ്യമായ മാസം ഞാൻ കൊടുക്കുകയാണ്. ആ മാസം അവർക്ക് കൊടുത്തു കഴിയുമ്പോൾ അവർ എന്നിലേക്ക് അടുക്കുകയാണ്. എന്നിട്ട് പറയുന്നു, മൂസാ നബിയേ, നമ്മൾ രണ്ടുപേരും പരസ്പരം സംസാരിക്കുമ്പോൾ നമ്മുടെ ഇടയിൽ 70,000 മറകളുണ്ടായിരുന്നു. 70,000 മറകളുണ്ടായിരുന്നു. ആ 70,000 മറകൾക്ക് അപ്പുറത്ത് നിന്നാണ് നീ എന്റെ ശബ്ദം കേട്ടത്. പക്ഷേ മൂസാ നബിയേ, അവസാന സമുദായമുണ്ടല്ലോ, അവര് റമളാൻ മാസത്തില് പ്രഭാതം മുതൽ പ്രദോഷം വരെ പട്ടിണി ഇരുന്നിട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ സുബഹിന്റെ ബാങ്ക് വിളിച്ചത് മുതൽ മഗ്രിബിന്റെ ബാങ്ക് വിളിക്കുന്നത് വരെ പടച്ചവനെ അവരെല്ലാവരും പട്ടിണി ഇരിക്കുകയാണ്. അതാ വറ്റിയ ചുണ്ടുമായി, അതാ പടച്ചവനെ ചുരുങ്ങിപ്പോയ കുടലുമായി. വെള്ളം കുടിക്കണമെന്ന് ആഗ്രഹമുണ്ട്, ഭക്ഷണം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അവരുടെ എല്ലാ മോഹങ്ങളും ആഗ്രഹങ്ങളും മാറ്റിവെച്ചിട്ട് അവര് രാവിലെ മുതൽ വൈകുന്നേരം വരെ പട്ടിണി ഇരുന്നിട്ട് അവസാനം ആ നോമ്പ് തുറക്കുന്ന സമയമുണ്ടല്ലോ, ഭക്ഷണമെല്ലാം എടുത്ത് മുന്നിൽ വെച്ചിട്ട് അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് മഗ്രിബിന്റെ ബാങ്ക് വിളിക്കുന്നത് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാനും നിങ്ങളും ഇരിക്കുന്ന സമയമുണ്ടല്ലോ, ആ സമയത്തെ കുറിച്ചാണ് പറയുന്നത്. അല്ലാഹു പറയുന്ന, മൂസാ നബിയേ, നമ്മൾ പരസ്പരം സംസാരിക്കുമ്പോൾ നമ്മുടെ ഇടയിൽ 70,000 മറയുണ്ടായിരുന്നെങ്കിൽ ആ നോമ്പ് പിടിച്ച സാധുവായ മനുഷ്യനുണ്ടല്ലോ, അവന് നോമ്പ് തുറക്കുന്നതിന്റെ തൊട്ടു മുമ്പുള്ള സമയമുണ്ടല്ലോ, അവരുടെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നത്. അവരുടെയും എന്റെയും ഇടയിൽ യാതൊരു മറയുമില്ല. ആ നോമ്പുകാരന്റെയും എന്റെയും ഇടയിൽ യാതൊരു മറയുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്റെയും നിങ്ങളുടെയും കണ്ണിന്റെ മുന്നിൽ ഒരു മറയുമില്ലാതെ വന്നു നിൽക്കുന്ന സമയമാണ്. എന്ത് ചോദിച്ചാലും തരുന്ന സമയമാണ്. അതുകൊണ്ടാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകനെ പെട്ടെന്ന് പറഞ്ഞത്. ദഅൂത്ത് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്,
അതാ നോമ്പ് തുറക്കുന്ന സമയത്ത് അതാ തട്ടാത്ത ഒരു ദുആ ഉണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. ഉത്തരം കിട്ടുന്ന ഒരു സമയമാണ്, ദുആ ചെയ്താ സ്വീകരിക്കുന്ന സമയമാണ്. ആ സമയത്താണ് അല്ലാഹു ഒരു മറകമില്ലാതെ മുന്നിൽ വന്ന് നിൽക്കുന്നതെന്ന് അതാ പ്രവാചകൻ എനിക്കും നിങ്ങൾക്കും പറഞ്ഞു തരുമ്പോൾ, ആ മൂസാ നബി പടച്ച റബ്ബിലേക്ക് അടുക്കുന്നതിനേക്കാൾ, ആ മൂസാ നബി അല്ലാഹുവിലേക്ക് അടുത്തതിനേക്കാൾ ഞാനും നിങ്ങളും അടുക്കേണ്ട മാസമല്ലേ റമളാൻ മാസം. നമുക്ക് വേണ്ടിയാണ് സ്വർഗം കാത്തിരിക്കുന്നത്. ആ സ്വർഗം ദുആ ചെയ്യുന്നത്, മലക്കുകൾ നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്നത്. പക്ഷേ നമ്മളിൽ പലർക്കും നമ്മുടെ മഹത്വം മനസ്സിലാക്കാൻ കഴിയുന്നില്ല. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഈ നോമ്പ് പിടിച്ചുകൊണ്ട് ഞാനും നിങ്ങളും ഭക്ഷണം കഴിക്കാതെ ഇവിടെ ഇരിക്കുമ്പോ പലർക്കും സംസാരിക്കാൻ മടിയാണ്. കാരണം വായിൽ നിന്ന് ഭക്ഷണം കഴിക്കാതെ ഇരിക്കുന്നത് കാരണം, ദുർഗന്ധം അടിക്കുന്നത് കാരണം മറ്റുള്ളവരോട് സംസാരിക്കാൻ പോലും മടി കാണിക്കുന്ന മുസ്ലിമേ, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, നീ അതാ നിന്റെ വായിൽ നിന്നടിക്കുന്ന ദുർഗന്ധമുണ്ടല്ലോ, നിന്റെ വായിൽ നിന്നടിക്കുന്ന ദുർഗന്ധമുണ്ടല്ലോ, ഈ ദുർഗന്ധത്തിന്റെ മഹത്വം നിനക്കറിയോ? ഇത് അല്ലാഹുവിന്റെ മുന്നിൽ കസ്തൂരിയെക്കാളും വാസനയാണെന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ എന്തിനാ നിങ്ങൾ പേടിക്കുന്നത്? അതുകൊണ്ടല്ലേ മഹാന്മാര് പറഞ്ഞത്, നോമ്പുകാര് ഉച്ച സമയത്ത് മിസ്വാക്ക് ചെയ്യാൻ പാടില്ല. നിങ്ങൾ നോമ്പുകാരാണ്, നിങ്ങൾ പല്ല് തേക്കല്ലേ. അതിന്റെ കാരണം എന്തെന്നറിയുമോ? മഹാനായ അനസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, യഖ്റുജു സായിമൂന മിൻ ഖുബൂരിഹിം. അവിടെന്ന് പറയുകയാണ്, അല്ലാഹുവേ നാളെ ഇസ്രാഫീൽ എന്ന മലക്ക് സൂറന്ന കാഹളത്തിൽ രണ്ടാമത് മോദി കഴിയുമ്പോ അതാ പള്ളിപ്പറമ്പിൽ നിന്ന് ഖബർ പൊളിച്ചിട്ട് ഞാനും നിങ്ങളും എഴുന്നേറ്റ് വരികയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുന്നുണ്ട്, 41 വിഭാഗത്തിലാണ് എന്റെ സമുദായം കടന്നു വരുന്നത്. പട്ടികയുടെ കോലത്തിൽ, പന്നിയുടെ കോലത്തിൽ, കഴുതയുടെ രൂപത്തിൽ, പേപ്പട്ടിയുടെ രൂപത്തിൽ, പിന്താരത്ത് കൊടി കുത്തിവെച്ച് വരുന്നവർ, കുഷ്ഠരോഗിയെ പോലെ വരുന്നവർ, എടഞ്ഞു വരുന്നവർ, നടന്നു വരുന്നവർ, ഉഹുദമലയോളം വലിപ്പമുള്ള വയറ് വലിച്ചു കൊണ്ടുവരുന്നവർ, മുഖത്ത് മാംസമില്ലാതെ എല്ലുകൾ മാത്രം കാണിച്ചുകൊണ്ട് നടന്നു വരുന്നവർ. അല്ലാഹുവേ 41 വിഭാഗത്തിലെ പടച്ചറപ്പിന്റെ പരലോകത്തേക്ക് അല്ലാഹുവിന്റെ പ്രവാചകന്റെ സമുദായം നാളെ കടന്നു വരുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, അതാ പരിശുദ്ധമായ റമളാൻ മാസം കടന്നു വന്നപ്പോ അല്ലാഹുവേ ആ മാസത്തിനെ ബഹുമാനിച്ചവരുണ്ടല്ലോ, ആ മാസത്തിനെ ആദരിച്ചവരുണ്ടല്ലോ, ആ മാസം പകൽ മുഴുവനും നോമ്പ് പിടിച്ചവരുണ്ടല്ലോ, അവര് എങ്ങനെയാണ് തിരിച്ചറിയുന്നതെന്നറിയുമോ? നാളെ പടച്ച റബ്ബിന്റെ കോടതിയില് ആദം നബി മുതൽ അഷ്റഫുൽ ഖൽഖായ തങ്ങൾ വരെയുള്ള 1,24,000 പരം വരുന്ന പ്രവാചകന്മാര്, അംബിയാ മുർസലീങ്ങളുണ്ടല്ലോ. എല്ലാ പ്രവാചകന്മാരും, ആദം നബിയുണ്ട്, നൂഹ് നബിയുണ്ട്, ഇബ്രാഹിം നബിയുണ്ട്, മൂസാ നബിയുണ്ട്, ദാവൂദ് നബിയുണ്ട്, യാക്കൂബ് നബിയുണ്ട്, യൂനുസ് നബിയുണ്ട്, യൂസുഫ് നബിയുണ്ട്, ഹാറൂൻ നബിയുണ്ട്. അല്ലാഹുവേ പടച്ചവനെ, അതാ ലക്ഷക്കണക്കിന് പ്രവാചകന്മാർ, ആ പ്രവാചകന്മാരുടെ അനുയായികൾ മുഴുവനും നാളെ പടച്ച റബ്ബിന്റെ കോടതിയിൽ നിൽക്കുമ്പോ സുബ്ഹാനല്ലാഹ്, ഞാനും നിങ്ങളും കടന്നു വരികയാ. എങ്ങനെയാ തിരിച്ചറിയുന്നത്? എന്നെയും നിങ്ങളെയും തിരിച്ചറിയുന്നത് എങ്ങനെയെന്നറിയുമോ? പ്രവാചകൻ പറയുന്ന സ്വഹാബ, നോമ്പുകാരന്റെ വായിൽ നിന്ന് സുഗന്ധമടിച്ച് വീശുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, നമ്മളെ തിരിച്ചറിയുന്നത് നമ്മുടെ വായിൽ നിന്നടിക്കുന്ന സുഗന്ധം കൊണ്ടാണ്. നമ്മുടെ വായിൽ നിന്നടിക്കുന്ന, നോമ്പുകാരന്റെ വായിൽ നിന്നടിക്കുന്ന സുഗന്ധം കാരണമാണ് നോമ്പുകാരെ തിരിച്ചറിയുന്നതെന്ന് മഹാനായ പ്രവാചകൻ എവിടെന്ന് പറയുമ്പോ നമ്മുടെ വായിലെ ദുർഗന്ധത്തിന്റെ മഹത്വമാ പറയുന്നത്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നാളെ പടച്ച റബ്ബിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗമുണ്ടല്ലോ, പാലരുവികളും തേനിരുവികളും ഒഴുകുന്ന അല്ലാഹുവിന്റെ സ്വർഗമുണ്ടല്ലോ. ആ സ്വർഗത്തിന്റെ നടുവിലൂടെ സ്വർഗവാസികൾ മുഴുവനും
ഇങ്ങനെ നടക്കുകയാണ്. എല്ലാവരും സ്വർഗത്തിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോ ഒരു കാറ്റടിക്കുകയാ, വല്ലാത്ത ഒരു സുഗന്ധം ഇങ്ങനെ അടിച്ചു വീശുകയാണ്. അല്ലാഹുവേ, ജനങ്ങൾ അവിടെ നിന്ന് ചോദിക്കുകയാണ്, റബ്ബനാ, അല്ലാഹുവിനോട് ചോദിക്കുന്നു, റബ്ബേ ഈ സുഗന്ധം ഏതാണല്ലാ? സ്വർഗത്തിൽ വന്നത് മുതൽ ഇടയ്ക്കിടയ്ക്ക് സുഗന്ധം ഇങ്ങനെ അടിച്ചു വീശാറുണ്ടല്ലോ. എന്താണ് പടച്ചവര്? ഈ സുഗന്ധം ഏതാണ് തമ്പുരാന്? ഈ സുഗന്ധം എവിടെ നിന്നാണ് വരുന്നത്? ആ സമയത്ത് വയുനാദിൽ മുനാദി, അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് അവിടെ നിന്ന് വിളിച്ചു പറയുകയാ, ആ സ്വർഗത്തിൽ അടിച്ചു വീശുന്ന സുഗന്ധം ഏതെന്നറിയുവോ? അത് നോമ്പുകാരന്റെ വായിൽ നിന്നടിക്കുന്ന സുഗന്ധമാണെന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ അവിടുന്ന് പ്രവാചകൻ പറയുകയാ, സ്വർഗത്തിലൂടെ ഇങ്ങനെ എല്ലാരും നിൽക്കുമ്പോ ഒരു സുഗന്ധം, ഒരു കാറ്റിങ്ങനെ അടിക്കുമ്പോ വല്ലാത്ത ഒരു പരിമളം അങ്ങനെ അടിച്ചു വീശ. എവിടുന്നാ പടച്ചവനെ ഇത്? വന്നപ്പം മുതൽ ഇങ്ങനെ അടിക്കണുണ്ടല്ലോ. അല്ലാഹുവേ, ഞങ്ങൾ വന്നത് മുതൽ ഈ സുഗന്ധം ഇങ്ങനെ അടിക്കുന്ന എവിടെ നിന്നാ അല്ലാ? ആ സമയത്ത് പറയുമത്രേ, എന്റെയും നിങ്ങളുടെയും വായിൽ ഈ നോമ്പ് പിടിച്ചിരിക്കുന്ന സമയത്ത് നമ്മുടെ വായിൽ നിന്ന് അടിക്കുന്ന ഈ ദുർഗന്ധമുണ്ടല്ലോ, അതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധമായ റമളാൻ നമുക്കത് മനസ്സിലാകുന്നില്ല. ഒരു സുന്നത്തിന് 70, ഒരു സുന്നത്തിന് ഒരു ഫർളിന്റെ കൂലി, ഒരു സുന്നത്തിന് ഒരു ഫർളിന്റെ കൂലി, ഒരു ഫർളിന് 70 ഫർളിന്റെ കൂലി. ഓരോ ദിവസവും ലക്ഷക്കണക്കിന് ആൾക്കാരാ നരകത്തിൽ നിന്ന് കരകയറുന്നേ. റമളാനിന്റെ 30 ദിവസവും ലക്ഷങ്ങൾ നരകത്തിൽ നിന്ന് കരകയറി സ്വർഗത്തിന്റെ ലിസ്റ്റിൽ പേര് വന്നു. എന്റെ പ്രിയമുള്ളവരെ, അതിൽ ഇടയ്ക്കൊക്കെ ചില പ്രത്യേകമായിട്ട് ദിവസം, പിന്നെ അന്ന് കണക്കൊന്നുമില്ല, അങ്ങ് വാരി വിടുക, അന്ന് കണക്കൊന്നുമില്ല. ഈ അനുഗ്രഹങ്ങളുടെ പൂക്കാലമായ പരിശുദ്ധമായ റമളാൻ നമ്മളിലേക്ക് കടന്നു വന്നു. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ പരിശുദ്ധമായ റമളാൻ കടന്നു വന്നിട്ട് പോലും എന്തേ നമുക്ക് ഈ റമളാനിന്റെ മഹത്വം മനസ്സിലാക്കാൻ കഴിയാത്തത്? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, സഹോദരിമാരോട് അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുന്നു, ഞാനും നിങ്ങളും ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കുന്ന രംഗമുണ്ടല്ലോ, അതാ ഒരു നോമ്പുകാരൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കുമ്പോ ആ മനുഷ്യന്റെ തലയുടെ ഭാഗത്തൊരു മലക്ക് നിൽക്കുകയാണ്. നീ ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കുന്ന സമയമുണ്ടല്ലോ, ആ സമയത്തിൽ മലക്കുകൾ ദുആ ചെയ്യുന്നു. അല്ലാഹുവിനോട് മലക്കുകൾ പറയുകയാണ്, ഒരു നോമ്പുകാരൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കുന്ന സമയത്ത് മലക്കുകൾ ദുആ ചെയ്യുന്ന പടച്ചവര്, ഇവനെ നീ റഹ്മത്ത് ചെയ്യണേ അല്ലാ, റാഹത്ത് കൊടുക്കണേ അല്ലാ, ബർക്കത്ത് ചെയ്യണേ അല്ലാ. രാവിലെ ഉറക്കപ്പായിൽ നിന്ന് എഴുന്നേക്കുന്ന സമയത്ത് അതാ ഒരു മലക്ക് എനിക്കും നിങ്ങൾക്കും വേണ്ടി ദുആ ചെയ്യുകയാണ്. അങ്ങനെ ഉറക്കത്തിൽ നിന്ന് ഉണർന്നു, അതാ കടന്നിരുന്ന വിരിപ്പങ്ങു മാറ്റുമ്പോ ആ വിരിപ്പ് പോലും ദുആ ചെയ്യുന്നു. അല്ലാ, ഈ മനുഷ്യന് നീ സ്വർഗത്തിലെ വിരിപ്പ് കൊടുക്കണേ അല്ലാ. നമ്മൾ കടന്നിരുന്ന ബെഡുണ്ടല്ലോ, നമ്മൾ പുതച്ചിരുന്ന പുതപ്പുണ്ടല്ലോ, ആ പുതപ്പ് പോലും നമുക്ക് വേണ്ടി ദുആ ചെയ്യുകയാണ്. അവിടെ നിന്ന് എഴുന്നേറ്റു, അല്ലാഹുവേ, ഒരു വസ്ത്രമെടുത്ത് ധരിക്കുമ്പോ ഞാനും നിങ്ങളും രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ഉടുപ്പെടുത്ത് ശരീരത്തിൽ ഇടുമ്പോ ആ വസ്ത്രം പോലും ദുആ ചെയ്യുന്നു. അല്ലാ, ഈ മനുഷ്യന് സ്വർഗത്തിലെ വസ്ത്രം ധരിപ്പിക്കണേ അല്ലാ. വസ്ത്രം ദുആ ചെയ്യുകയാണ്. അത് കഴിഞ്ഞ് കാലിലേക്ക് ചെരുപ്പിടുമ്പോ, അത് കഴിഞ്ഞിട്ട് കാലിലേക്ക് ചെരുപ്പിടുമ്പോ ആ ചെരുപ്പ് ദുആ ചെയ്യുന്നു. അല്ലാ, നരകത്തിന്റെ മുകളിലൂടെ വലിച്ചു കെട്ടിയിരിക്കുന്ന സിറാത്ത് എന്ന് പറയുന്ന പാലമുണ്ടല്ലോ, അല്ലാഹുവേ, വല്ലാത്ത ഇരുളുള്ള, വാളിന്റെ അഗ്രഭാഗത്തിനേക്കാൾ മൂർച്ചയുള്ള, വല്ലാത്ത വഴുവഴുപ്പുള്ള, അല്ലാഹുവേ, ഒരുപാട് ദൂരമുള്ള ആ സിറാത്ത് എന്ന് പറയുന്ന പാലത്തില് ഇവന്റെ കാല് നീ ഉറപ്പിച്ച് നിർത്തണേ അല്ലാ. നോമ്പുകാരന്റെ കാലിൽ കിടക്കുന്ന ചെരുപ്പ് പോലും ദുആ ചെയ്യുകയാ. അവിടെ നിന്ന് ഉതുവെടുക്കുന്നതിന് വേണ്ടി കിടന്നു ചെന്നു, അതാ പാത്രം ഇങ്ങനെ എടുക്കുമ്പോ ആ പാത്രം ദുആ ചെയ്യുന്നു. പടച്ചവരെ, ഈ മനുഷ്യന് നീ സ്വർഗത്തിലെ പാത്രത്തില് വെള്ളം കൊടുക്കണേ അല്ലാ.
ഹൗദുൽ കൗസർ കുടിപ്പിക്കണേ അല്ലാ. രാവിലെ എടുക്കുന്ന പാത്രം ദുആ ചെയ്യുകയാ. അവിടുന്ന് വുളുവെടുക്കുന്നതിന് വേണ്ടി പടച്ചവനെ വെള്ളത്തിലേക്ക് കൈയിടുമ്പോ വെള്ളം ദുആ ചെയ്യുന്നു, നാഥാ ഇവന്റെ പാപങ്ങൾ കഴുകി കളയണേ അല്ലാ, ഇവന്റെ പാപം പൊറുക്കണേ അല്ലാ. അവിടുന്ന് വെള്ളത്തിലേക്ക് കൈയിടുമ്പോൾ വെള്ളം ദുആ ചെയ്യുകയാണ്. അവിടുന്ന് വെള്ളം കോരിയിട്ട് ഞാനും നിങ്ങളും വുളുവെടുക്കുമ്പോ, കൈ കഴുകുമ്പോ, മുഖം കഴുകുമ്പോ പടച്ചവനെ അവിടുന്ന് ദുആ ചെയ്യുന്നു, അല്ലാ ഈ കഴുകുന്ന സ്ഥലങ്ങളെല്ലാം നാളെ പടച്ച റബ്ബിന്റെ കോടതിയിലേക്ക് കടന്നു വരുമ്പോ നീ പ്രകാശിപ്പിക്കണേ അല്ലാ. ചിന്തിക്കുക സഹോദരാ, ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ മലക്കിന്റെ ദുആയാണ്. കിടന്ന വിരിപ്പ് ദുആ ചെയ്യുന്നു, ഇടുന്ന വസ്ത്രം ദുആ ചെയ്യുന്നു, അതാ കാലിൽ കിടക്കുന്ന ചെരുപ്പ് ദുആ ചെയ്യുന്നു, കൈകൊണ്ട് തൊടുന്ന പാത്രങ്ങൾ ദുആ ചെയ്യുന്നു. ഒതുവെടുക്കുന്നതിന് വേണ്ടി വെള്ളത്തിലേക്ക് കൈയിടുമ്പോൾ നിനക്ക് വേണ്ടി വെള്ളം പോലും ദുആ ചെയ്യുമെങ്കിലോ ഇതിനെക്കാലം എന്ത് പ്രതിഫലമാ വേണ്ടത്, ഇതിനെക്കാലം എന്ത് പ്രതിഫലമാ വേണ്ടത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ഈ മാസം നിസാര മാസമല്ല, ഇത് തള്ളിക്കളയേണ്ട മാസമല്ല, കളിക്കേണ്ട മാസമല്ല, തമാശ കാണിക്കേണ്ട മാസമല്ല, ഇത് പരിശുദ്ധമായ റമളാനാണ്. മോനെ, റമളാനിന് നമ്മളെ സ്വർഗത്തിൽ കൊണ്ടുപോകാനും അവസരമുണ്ട്, നരകം വാങ്ങിത്തരാനും അവസരമുണ്ട്. അത് മറന്നു പോകല്ലേ, അത് മറന്നു പോകല്ലേ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, പടച്ചവനെ ഇരിക്കുന്ന സഹോദരങ്ങള് സഹോദരിമാര് നമുക്കെല്ലാം ഉറങ്ങാൻ കിട്ടുന്ന സമയമാണ്. ഉച്ച കഴിഞ്ഞാ പലർക്കും തിരക്കാണല്ലോ. എല്ലാ ജോലികളും മാറ്റിവെച്ചിട്ട്, എല്ലാ തിരക്കുകളും മാറ്റിവെച്ചിട്ട് ഇന്നെല്ലാവരും പടച്ചവനെ കടന്നു വന്നല്ലോ. പ്രായം ചെന്ന ഉമ്മാ, നീ നടന്നതിന് പരാതി പറയരുത്. ഈ വഅദിന്റെ സദസ്സിലേക്ക് നടന്നു വന്നതിനെ കുറിച്ച് നീ ഒരിക്കലും ഭയപ്പെടണ്ട, പരാതി പറയണ്ട. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മുത്തുനബി പറയുന്നു, നിനക്ക് അല്ലാഹു തരുന്ന പ്രതിഫലം എന്താണ്? നിങ്ങൾ പലരും നടന്നല്ലോ, ഒരു 10 ചുവട്ടടിയെങ്കിലും വെച്ചവരുണ്ടല്ലോ, നിങ്ങൾക്ക് അല്ലാഹു തരുന്ന പ്രതിഫലം എന്താ? മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മൻ ഹദറ മജ്ലിസൽ ഇൽമി ഫീ റമളാൻ അതാഹു അല്ലാഹു തആല ബികുല്ലി ഖദമിൻ ഇബാദത സനാ. ഈ സദസ്സിലേക്ക് നടന്നു വന്നവര്, വെയില് കൊണ്ടുകൊണ്ട് നോമ്പ് പിടിച്ചിട്ടും ഇവിടേക്ക് കടന്നു വന്നവര്, നിങ്ങളെ ചവിട്ടിയ ഓരോ ചുവട്ടടിയുണ്ടല്ലോ, അത് വെറുതെയല്ല, അത് വെറുതെയല്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ ഇവിടെന്ന് പറയുകയാണ്, പരിശുദ്ധമായ റമളാൻ മാസത്തിൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ ഇൽമിന്റെ മജ്ലിസിലേക്ക് നടന്നാൽ, ഇൽമു കേൾക്കുന്നതിന് വേണ്ടി നടന്നാൽ, നല്ല കാര്യങ്ങൾ പഠിക്കുന്നതിന് വേണ്ടി നടന്നാ, ആ ചുവട്ടുന്ന ഒരു ചുവട്ടടി ഉണ്ടല്ലോ, ആ ഒരു ചുവട്ടടിക്ക് അല്ലാഹു തരുന്ന പ്രതിഫലം ഇബാദത്ത് സനാ. നിനക്ക് ഒരു വർഷം ഇബാദത്ത് ചെയ്ത പ്രതിഫലമാ. ഒരു ചുവട്ടടിക്ക് ഈ വഅദ കേൾക്കാൻ വന്ന ഈ സദസ്സിലേക്ക് കടന്നു വന്നപ്പോ നീ ചവിട്ടിയ ഒരു ചുവട്ടടിക്ക് ഒരു വർഷം ഇബാദത്ത് ചെയ്ത പ്രതിഫലമാണ്. ഒരു വർഷം ഇബാദത്ത് ചെയ്ത പ്രതിഫലം വേറെ എവിടെ നിന്നാ കിട്ടുന്നത്? ഇത് റമളാനിന്റെ പ്രത്യേകതയല്ലേ, ഈ മാസത്തിൽ മാത്രം കിട്ടുന്ന പ്രതിഫലമല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാണ്, അതാ അവിടെന്ന് മുത്തുനബി പറഞ്ഞു തരുന്നു, നിന്റെ ഒരു ചുവട്ടടിക്ക് വർഷങ്ങൾ ഇബാദത്ത് ചെയ്ത പ്രതിഫലമാ. മഹാനായ പ്രവാചകൻ അവിടെന്ന് പറയുകയാണ്, മജ്തമഅ ഖൗമുൻ യദ്കുറൂനല്ലാഹ ഇല്ലാ ഖഫത്തുഹുമുൽ മലായിക. അവിടെന്ന് പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു തരികയാണ്, ഞാനും നിങ്ങളും ഇവിടെ ഇരിക്കുകയാണല്ലോ, ഇവിടെ ഇരിക്കുന്നത് പടച്ചവനെ കുറിച്ച് പറയാനാ, സംഘടന പറയാനല്ല, മറ്റുള്ളവന്റെ പച്ചയിറച്ചി തിന്നാനല്ല, ആരെയെങ്കിലും കുറ്റപ്പെടുത്താനല്ല, ആരെയെങ്കിലും പരിഹസിക്കാനല്ല, ഒരാളുടെയും കുറ്റം പറയാനല്ല. കാരണം അത് പറയാനും ആഗ്രഹിക്കുന്നില്ല. കാരണം ഈ നോമ്പിന്റെ പ്രതിഫലം നമുക്ക് വേണമല്ലോ.
ഈ പട്ടിണി ഇരിക്കുന്നത് വെറുതെയാകാൻ പാടില്ല. ഈ പട്ടിണി ഇരിക്കുന്നത് വെറുതെയാകാൻ പാടില്ല. ഈ നോമ്പിന് പകരം സ്വർഗം കിട്ടണമെന്ന് ആഗ്രഹിക്കുകയാ. ഇല്ലെങ്കിൽ നാളെ പടച്ചറപ്പിന്റെ കോടതിയിലേക്ക് കടന്നു ചെല്ലുമ്പോ നമ്മൾ പിടിച്ച നോമ്പ് മറ്റുള്ളവനെ കുറിച്ച് മോശമായി പറഞ്ഞാൽ, ആരെയെങ്കിലും കുറിച്ച് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ ഈ നോമ്പിന്റെ പ്രതിഫലം അല്ലാഹു അവന് കൊടുക്കേണ്ട ഒരു ഗതികേട് വന്നാൽ, എന്റെ പ്രിയമുള്ളവര്, ഈ സദസ്സിൽ നമ്മൾ ഒരുമിച്ച് കൂടിയത് അല്ലാഹുവിനെ കുറിച്ച് പറയാനാ, മുത്തുനബിയെ കുറിച്ച് പറയാനാ, പരിശുദ്ധമായ ഖുർആനിനെ കുറിച്ച് പറയാനാ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, ഈ സദസ്സിൽ ഒരുമിച്ച് കൂടി ഞാനും നിങ്ങളും ഇരിക്കുമ്പോ കണ്ണ് തുറന്ന് നോക്കുമ്പോ നിനക്ക് ഈമാനുള്ളവരെ സമാധാനം ഇവിടെ ഇറങ്ങുന്നുണ്ട്, സന്തോഷം ഇവിടെ ഇറങ്ങുന്നുണ്ട്, ജീവിതത്തിൽ ആനന്ദം ഇവിടെ ഇറങ്ങുന്നുണ്ട്. പരിശുദ്ധമായ ഇൽമിന്റെ സദസ്സിൽ ഒരുമിച്ച് കൂടുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുന്നു, ഈ സദസ്സിലിരിക്കുന്ന ഓരോ മനുഷ്യനെയും മലക്കുകൾ പരിചയപ്പെടുന്നുണ്ട്. നിങ്ങൾ ഓരോരുത്തരെയും മലക്കുകൾ പരിചയപ്പെടുകയാ, ഓരോ മനുഷ്യരെയും മലക്കുകൾ മുസാഫഹത്ത് ചെയ്യുകയാ. പക്ഷേ നമ്മൾക്കത് അറിയാൻ കഴിയുന്നില്ല, നമുക്കത് കാണാൻ കഴിയുന്നില്ല. അത് നമ്മുടെ പോരായ്മയാണ്. എങ്കിലും എന്റെ പ്രിയമുള്ളവരെ, ഈ സദസ്സിന്റെ മഹത്വമാണ് പറയുന്നത്. ഇവിടേക്ക് നടന്നു വന്നപ്പോ ഒരു ചുവട്ടടിക്ക് ഒരു കൊല്ലം ഇബാദത്ത് ചെയ്ത പ്രതിഫലമാണ്. രണ്ട് മലക്കുകൾ ഈ സദസ്സ് മുഴുവനും ചുറ്റി നിന്നിട്ട് അല്ലാഹുവേ നിന്നെ നോക്കുകയാണ്, നിന്നെ പരിചയപ്പെടുകയാണ്, നിന്നെ കുറിച്ച് പരസ്പരം സംസാരിക്കുകയാണ്, നിന്റെ കയ്യിൽ പിടിച്ച് മുസാഫഹത്ത് ചെയ്യുകയാണ്, നിനക്ക് വേണ്ടി ദുആ ചെയ്യുകയാണ്. അല്ലാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങുകയാണ്, സമാധാനം ഇറങ്ങുകയാണ്, സന്തോഷമുള്ള ജീവിതം ഇറങ്ങുകയാണ്. അതുമാത്രമല്ല, അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാണ്, നോമ്പ് പിടിച്ചുകൊണ്ട് ഈ സദസ്സിലിരിക്കുന്ന എന്നെ കുറിച്ച്, നിങ്ങളെ കുറിച്ച് അല്ലാഹു മലക്കുകളോട് പറയുകയാ, അല്ലാഹു മലക്കുകളോട് പറയുകയാ, മലക്കുകളെ എന്റെ അടിമകളെ കണ്ടോ? നിങ്ങളല്ലേ പറഞ്ഞത് ഇവരെ സൃഷ്ടിക്കരുതെന്ന്? എങ്കിലും നിങ്ങൾ നോക്ക്, അവൻ ആർക്ക് വേണ്ടിയാ പട്ടിണി ഇരിക്കുന്നത്? അവൻ ആർക്ക് വേണ്ടിയാണ് നോമ്പ് പിടിച്ചിരിക്കുന്നത്? അവൻ ആർക്ക് വേണ്ടി എന്ത് കേൾക്കാനാ അവൻ പോയിരിക്കുന്നത്? അല്ലാഹു അവിടുന്ന് മലക്കുകളോട് എന്നെയും നിങ്ങളെയും കുറിച്ചും മഹത്വം പറഞ്ഞു കൊടുക്കുകയാ. അല്ലാഹു നമ്മളെ കുറിച്ച് മഹത്വം പറയുമെന്ന് പ്രവാചകൻ പറയുമ്പോ, ഈ സദസ്സിലിരിക്കുന്ന പെണ്ണ്, നിന്റെ മക്കൾ നിന്നെ ബഹുമാനിക്കുന്നില്ലെങ്കിലും, നാട്ടുകാർ നിന്നെ ബഹുമാനിക്കുന്നില്ലെങ്കിലും, മലക്കുകൾ നിന്നെ ബഹുമാനിക്കുന്നുണ്ട്, അവർ നിന്നെ സ്നേഹിക്കുന്നുണ്ട്. അല്ലാഹു മലക്കുകളോട് നിന്നെ കുറിച്ച് നല്ലത് പറയുന്നുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു തരുമ്പോ, ഇത് റമദാനിൽ മാത്രം കിട്ടുന്ന ഒരു പ്രത്യേകതയാണ്, ഇത് റമദാനിൽ മാത്രം കിട്ടുന്ന ഒരു മഹത്വമാണ്. അല്ലാഹുവേ, നിന്റെ റഹ്മത്ത് കിട്ടിയവരിൽ അല്ലാഹ് ഞങ്ങളെ പെടുത്തണേ അല്ലാ. നിന്റെ കാരുണ്യത്തിന്റെ നോട്ടം നിങ്ങൾക്ക് തരണേ അല്ലാ. പടച്ചവനെ, അല്ലാഹുവേ, നരകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് കടന്നു പോകുന്നവരിൽ ഞങ്ങളെ നീ പെടുത്തണേ അല്ലാ. പ്രായം ചെന്ന വാപ്പാ, രോഗം പിടിച്ചിട്ട് നീ നോമ്പ് പിടിച്ചുകൊണ്ട് നടക്കുകയാണല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുന്നു, പടച്ചറപ്പിന്റെ സ്വർഗത്തിലെ ഹൂറുല്ലീങ്ങളായ പെണ്ണുങ്ങളുണ്ടല്ലോ, ആ പെണ്ണുങ്ങൾ നിന്നെ നോക്കിയിട്ട് അല്ലാഹുവിനോട് ചോദിക്കുന്നു, അല്ലാ അല്ലാ, ഈ മനുഷ്യനെ എനിക്ക് ഇണയാക്കി തരണേ അല്ലാ. ഈ സദസ്സിലിരിക്കുന്ന ഓരോ വാപ്പയെ നോക്കിയിട്ട്, നോമ്പ് പിടിച്ച ഓരോ മനുഷ്യനെ നോക്കിയിട്ട് അല്ലാഹുവിനോട് സ്വർഗത്തിലെ പെണ്ണുങ്ങൾ പറയുകയാണ്, നാദാ, ആ മനുഷ്യനെ എനിക്ക് ഭർത്താവാക്കി തരണേ അല്ലാ എന്ന് സ്വർഗത്തിലെ പെണ്ണുങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, ഒന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? ഈ വഅദ കേൾക്കാമെന്നവര് നിങ്ങളുടെ ഒരു ചുവട്ടടിക്ക് ഒരു വർഷം ഇബാദത്ത് ചെയ്ത പ്രതിഫലം അല്ലാഹു തരുമെന്ന് മുത്തി നബി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ എന്റെ പ്രിയമുള്ളവര് ഈ പരിശുദ്ധമായ റമളാൻ മാസമുണ്ടല്ലോ അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ഓരോ ദിവസം 5 നേരം ഹയ്യ അലസ് സ്വലാ ഹയ്യ അലൽ ഫലാ അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോൾ എന്റെ പ്രിയമുള്ളവര് നിസ്കരിക്കാൻ പോകുന്നവരുണ്ടല്ലോ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഒരുപാട് നിസ്കരിക്കുന്നവരാണ് അല്ലാഹുവേ നമ്മൾ തസ്ബീഹ് നിസ്കാരം തുടങ്ങി തഹജ്ജുദ് നിസ്കാരം തുടങ്ങി ഖിയാമുൽ ലൈൽ നിസ്കരിക്കുന്നവരുണ്ട് പടച്ചവനെ അല്ലാഹുവേ ഫർദ് നമസ്കരിച്ചിട്ട് സുന്നത്ത് നമസ്കാരിക്കാതെ ഓടിയിരുന്നവര് ഫർദ് നിസ്കരിച്ചിട്ട് മുമ്പും ശേഷമുള്ള സുന്നത്ത് പോലും നിസ്കരിക്കാതെ ഓടിയിരുന്ന ചെറുപ്പക്കാരാ ഇന്ന് തറാവീഹിന്റെ 20 റക്അത്ത് നീ നിസ്കരിക്കാറുണ്ടല്ലോടാ അല്ലാഹുവേ തറാവീഹിന്റെ 20 റക്അത്ത് നിസ്കരിക്കുന്നു അവിടുന്ന് വിത്തർ നമസ്കരിക്കുന്നു എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ നിനക്ക് അല്ലാഹു തരുന്ന പ്രതിഫലമെന്താ നിങ്ങൾക്ക് അല്ലാഹു തരുന്ന പ്രതിഫലമെന്താ റമളാനിലെ ഓരോ റക്അത്തിന്റെ പ്രതിഫലം നിങ്ങൾക്കറിയുമോ റമളാനിൽ ഏതെങ്കിലും ഒരു മനുഷ്യന് ഒരു റക്അത്ത് നിസ്കരിച്ചാൽ അല്ലാഹു ആ മനുഷ്യന് കൊടുക്കുന്ന പ്രതിഫലം എന്താണ് അഅതാഹുല്ലാഹു ബികുല്ലി റക്അത്തിൻ മദീന അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാണ് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ ഏതെങ്കിലും ഒരു മനുഷ്യന് റമളാനിൽ ഒരു റക്അത്ത് നിസ്കരിച്ചാൽ അല്ലാഹു അവന് സ്വർഗ്ഗത്തിൽ ഒരു പട്ടണം തന്നെ കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം റമളാൻ അല്ലാത്ത മാസത്തിൽ പള്ളിയിൽ പോയിട്ട് മുമ്പുള്ള 2 റക്അത്ത് നിസ്കരിക്കാറില്ല ശേഷമുള്ള ഓട ആമീൻ പറയാൻ തന്നെ സമയമില്ല ഓടിയ ചെറുപ്പക്കാരൊക്കെ ഇപ്പൊ റമളാൻ 20 റക്അത്ത് തറാവീഹ് നിസ്കരിക്കുന്നു വിത്തർ നിസ്കരിക്കുന്നു തഹജ്ജുദ് നിസ്കരിക്കുന്നു ഇതൊക്കെ നിസ്കരിക്കുന്നില്ല എന്തേ പ്രതിഫലം ഒരു റക്അത്തിന്റെ പ്രതിഫലം ഞാൻ ഒന്നാമത്തെ പ്രതിഫലം പറഞ്ഞു ഇന്ന് ഈ വഅലിന്റെ സദസ്സിലിരിക്കുന്ന എല്ലാവരും നടന്നു വന്ന ഒരു ചുവട്ടടിക്ക് ഒരു കൊല്ലം ഇബാദത്ത് ചെയ്ത പ്രതിഫലം 2 മലക്കുകൾ കൈ പിടിച്ച് മുസാഫഹത്ത് ചെയ്യുന്നുണ്ട് എല്ലാവരും നോക്കിയിരുന്നു കയ്യിൽ മലക്കുകൾ പിടിച്ചിട്ട് നിന്നെ മുസാഫഹത്ത് ചെയ്തിട്ട് നിന്നെ പരിചയപ്പെടുകയാ അല്ലാഹു നമുക്ക് മലക്കുകളെ പരിചയപ്പെടുന്നവരിൽ അല്ലാഹു നമ്മളെ പെടുത്തുമാറാകട്ടെ മലക്ക് ദുആ ചെയ്യുന്ന മലക്ക് സ്നേഹിക്കുന്നവരിൽ എന്നെയും നിങ്ങളെയും പെടുത്തുമാറാകട്ടെ കയ്യിൽ പിടിച്ചിട്ട് മുസാഫഹത്ത് ചെയ്യുന്നുണ്ട് ഉറങ്ങാതെ നേരെ ഇരുന്നു മലക്കാ വരണേ മലക്ക് നിന്നെ മുസാഫഹത്ത് ചെയ്യുമ്പോ അതബോടുകൂടി മര്യാദയോടുകൂടി ഇരിക്ക് തൊപ്പിയൊക്കെ ഉള്ളവരെ കിട്ടിയിരിക്ക് അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ 2 3 മൂന്നാമത്തെ പ്രതിഫലം എന്തേ സമാധാനം ഇവിടെ ഇറങ്ങുന്നുണ്ട് വേണമെങ്കിൽ മേടിച്ചോ നിനക്ക് കിട്ടാത്തതല്ലേ നിന്റെ വീട്ടിൽ ഇല്ലാത്തത് തന്നെയല്ലേ നിങ്ങൾക്കില്ലാതെ പോയത് നമുക്കില്ലാതെ പോയതും സന്തോഷവും സമാധാനവും നമുക്കില്ല അത് പൈസ കൊടുത്ത് വാങ്ങാൻ പറ്റുന്ന ഒരു സാധനമല്ലാത്തത് കൊണ്ട് ബാക്കിയൊക്കെ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങുമല്ലോ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ആ സമാധാനം ഇവിടെ ഇറങ്ങുന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ മേടിച്ചോ അല്ലാഹുവിന്റെ റഹ്മത്ത് സമാധാനം സന്തോഷം ഇവിടെ ഇറങ്ങുന്നുണ്ട് വേണമെങ്കിൽ മേടിക്ക് 3 നാലാമത്തെ പ്രതിഫലം എന്തേ ഈ വെയിലത്ത് ഞാനും നിങ്ങളും ഇവിടെ ഇരുന്നിട്ടുണ്ടെങ്കിൽ നാളെ റബ്ബിന്റെ അർശിന്റെ താഴെ അല്ലാഹു നമ്മളെ നിർത്തുമെന്ന് നബിയിനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു എല്ലാ തിരക്കും കളഞ്ഞിട്ട് നീ ഇവിടെ വന്നിരുന്നിട്ടുണ്ടെങ്കിൽ നാളെ അല്ലാഹുവിന്റെ അർശിന്റെ താഴ്ഭാഗത്ത് അല്ലാഹു നമുക്കൊരു സ്ഥാനം തരും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ 2 പരിശുദ്ധമായ റമളാൻ മാസത്തിൽ ഒരു റക്അത്ത് നിസ്കരിച്ച അല്ലാഹു നമുക്ക് നിസ്കരിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ എന്റെ പ്രിയമുള്ളവരെ നിങ്ങൾ കേൾക്കണം റമളാൻ മാസത്തിൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ ഒരു റക്അത്ത് നിസ്കരിച്ചാൽ ഒരു പട്ടണം തന്നെ അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ ഒരു പട്ടണം തന്നെ അല്ലാഹു നിനക്ക് തരുമെന്ന് നബിയിനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു നമുക്ക് വാങ്ങാൻ ഭാഗ്യം തരുമാറാകട്ടെ സ്വർഗ്ഗത്തിൽ ഒരു പട്ടണം തന്നെ കിട്ടുന്നവരിൽ അല്ലാഹു എന്നെയും നിങ്ങളെയും പെടുത്തുമാറാകട്ടെ പക്ഷെ ഇത്രയൊക്കെ പ്രതിഫലം നമുക്ക് കിട്ടുമെന്നറിയുമെങ്കിലും നമ്മൾ എന്നാ നൽകേണ്ട പരിഗണന നൽകൂല റമളാൻ മാസമല്ലാത്ത എല്ലാ മാസങ്ങളിലും ചെയ്തുകൊണ്ടിരുന്ന ഒരു നിസ്കാരം ഇപ്പൊ നമ്മൾ പലരും നിസ്കരിക്കുന്നില്ല അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ റമളാൻ മാസമല്ലാത്ത എല്ലാ മാസങ്ങളിലും മുടങ്ങാതെ ചെയ്തുകൊണ്ടിരുന്ന ഒരു നിസ്കാരം റമളാൻ തുടങ്ങിയതിനു ശേഷം നമ്മളിൽ പലരും ചെയ്യുന്നില്ല എന്നാ അതിന്റെ മഹത്വം അറിയൂ ആ നിസ്കാരത്തിന്റെ മഹത്വം അറിയും എന്റെ പ്രിയമുള്ളവർ ഇമാം ബുഖാരി തങ്ങൾ ഉൾപ്പെടെയുള്ള ഒരുപാട് ഹദീസിന്റെ വലിയ കിതാബുകൾ നമുക്ക് കാണാം 12 കൊല്ലം ഇബാദത്ത് ചെയ്ത പ്രതിഫലമുണ്ടെന്ന് നബിയിനാ റസൂലുള്ളാഹി
ആ ഒരു നിസ്കാരത്തിന് അള്ള തരുന്ന പ്രതിഫലം എന്താ നമുക്കറിയാനിട്ട്. നമ്മള് എല്ലാവരും നിസ്കരിച്ചു കൊണ്ടിരുന്ന ഒരു നിസ്കാരം ഇപ്പൊ മുടക്കി കളയാ പലരും. എന്നാൽ ആ നിസ്കാരത്തിന് അള്ളാഹു തരുന്ന പ്രതിഫലം 12 കൊല്ലം ഇബാദത്ത് ചെയ്ത പ്രതിഫലവാ ഒരൊറ്റ നിസ്കാരത്തിന് കിട്ടുന്നത്. എല്ലാ ദിവസവും നിസ്കരിക്കാൻ പറ്റുന്ന ഒരു നിസ്കാരം, എല്ലാ ദിവസവും ഒരു പ്രാവശ്യം നിസ്കരിക്കാൻ പറ്റും. പക്ഷെ നമ്മളത് പാഴാക്കി. എന്നാ അതിന്റെ പ്രതിഫലം എന്തെന്നറിയും ഉമ്മ നിനക്ക്? പള്ളിയിൽ നിറങ്ങി ഓടുന്ന ചെറുപ്പക്കാരാ, നിനക്കറിയുമോ ആ ഒരു നിസ്കാരത്തിന് 12 കൊല്ലം ഇബാദത്ത് ചെയ്ത പ്രതിഫലമുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ട് അബ്ദുല്ലാഹി ഇബ്നു നാസിർ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം 50 വർഷത്തെ പാപം പൊറുക്കുന്ന ഈ ഒറ്റ നിസ്കാരത്തിൽ. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഈ ഒറ്റ നിസ്കാരം നിസ്കരിച്ചാൽ കിട്ടുന്ന പ്രതിഫലം 12 കൊല്ലം ഇബാദത്ത് ചെയ്ത പ്രതിഫലവും 50 വർഷത്തെ പാപവും പൊറുക്കും. അല്ലാഹു ഇന്നു മുതൽ നിസ്കരിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. നിസ്കരിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. നിസ്കരിക്കോ നിയ്യത്ത് ചെയ്യുന്നവര് കൈവൊക്കെ ഞാൻ പറഞ്ഞുതരാം ഏത് നിസ്കാരമാണ്. വാപ്പ വിചാരിക്കും ഇങ്ങാരി നീ രാത്രി എങ്ങാണ് എഴുന്നേറ്റ് നിസ്കരിക്കാൻ പറയും. ഇപ്പൊ തന്നെ വല്ലാത്ത പാടാ പടച്ചവനെ. പള്ളിയിലൊക്കെ ഉസ്താദന്മാര് സുബൈക്കൊക്കെ ചെറിയ സൂറത്തായിരുന്നു, ഇപ്പൊ എല്ലാം വലിയ സൂറത്താ. പള്ളി പോയാൽ തന്നെ വലിയ കഷ്ടപ്പാടാ, ഒരുപാട് നിസ്കാരം. പിന്നെ തറാവി എന്നൊക്കെ പറഞ്ഞ ഉസ്താദന്മാര്, പിന്നെ ചിലര് ഏറ്റവും എളുപ്പം തീരുന്ന പള്ളിയിലാണ് ഓടുന്നത്. 9:30 തീരുന്നത് ഏതാ, 9:15 തീരുന്നത് ഏതാ, 9:45 തീരുന്നത്, തീരുന്നിടത്തോട്ടാ ഓടുന്നത്. ഓടണ്ടട്ടാ. വലിയ സൂറത്തുകൾ ഓതി നിസ്കരിക്കുന്ന പള്ളിയിൽ പോയി നിസ്കരിക്കണം. വലിയ സൂറത്തുകൾ ഓതി നിസ്കരിക്കുന്ന പള്ളിയിൽ നിസ്കരിക്കുന്ന സമയത്ത് വലിയ സൂറത്തുകൾ ഓതിയിട്ട് നിസ്കരിച്ചാൽ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, അല്ലാഹു അവന്റെ മരണം എളുപ്പമാക്കി കൊടുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. നിസ്കരിക്കുമ്പോ എന്നും കുൽഹുവ ഇന്നാഅതൈന അല്ല, ഇത്തിരി മുകളിലോട്ടൊക്കെ ഒന്ന് കയറണം, വല്ലുഹായിലേക്ക് ഒന്ന് പിടിക്കണം. ഒന്ന് മുകളിലേക്ക് കയറിയിട്ട് നിങ്ങൾക്ക് അറിയുന്നതിൽ ഏറ്റവും വലിയ സൂറത്ത് ഓതിയിട്ട് വേണം നിസ്കരിക്കാൻ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ആരെങ്കിലും നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, രാത്രിയിലുള്ള നിസ്കാരമൊന്നുമല്ല, പകല് നിസ്കരിക്കേണ്ട ഒരു നിസ്കാരം. അതും പുതിയതല്ല, നമ്മളൊക്കെ ചെയ്തുകൊണ്ടിരുന്ന നിസ്കാരമാണ്. എന്റെ പൊന്നാര ചങ്ങായിമാരെ, നിങ്ങൾ എന്തിനാ അപ്പൊ നിൽക്കണം? നിങ്ങളെ കാണുമ്പോൾ നോമ്പുകാരല്ലേ അപ്പൊ ഇരിക്ക, നിങ്ങളെ കാണുമ്പോൾ എനിക്ക് സങ്കടം. ഇരിയുടെ ചങ്ങായിമാരെ, നിങ്ങളെന്തിനാ നിക്കണേ ഈ വെയിലത്ത്? പടച്ചനെ, ഇത് മലക്കൾ നിക്കണവരെ നിക്കണം. എല്ലാവരും ഇരിക്കുക. അല്ലാഹു എല്ലാവർക്കും ആഫിയത്ത് നൽകുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് നിസ്കരിക്കോ? എന്താ പിണക്കം? എന്താ നിസ്കരിക്കോ? ഇൻഷാ അല്ലാഹ് ഉറക്കെ പറഞ്ഞേ. വാക്ക് പറഞ്ഞാ പാലിക്കണം കേട്ടാ. വാക്ക് പറഞ്ഞാ പാലിക്കണം. ഇന്നും മുതൽ നിസ്കരിച്ചോണം. വാക്ക് പാലിക്കാത്തതിന്റെ പേരിൽ ആ വാപ്പായ ഉമ്മായി അള്ളാഹ് അടിച്ചിറക്കിയത് തറവാട്ടിൽ നിന്ന് പൊക്കോളാൻ പറഞ്ഞു. പുറത്ത് ഉടുതുണി പോലും കൊടുത്തില്ല, വസ്ത്രം ഊരിട്ടാ പറഞ്ഞേ. ആദം നബിയോട് ഹവ്വാ ബീവിയോട് അള്ളാഹ് എന്താ പറഞ്ഞേ? ഒരൊറ്റ വാക്ക്, യാ ആദം ഉസ്കുൻ അൻത വസൗജുകൽ ജന്ന വകുലാ മിൻഹാ റഗദൻ ഹൈസു ശിഅ്തുമാ വലാ തഖറബാ ഹാദിഹി ശജറ ഫതകൂനാ മിനൽ ളാലിമീൻ. വാപ്പായും ഉമ്മായും കേട്ടില്ല, രണ്ടുപേരും കൂടെ പഴം തിന്നാൻ പോയപ്പോ പറഞ്ഞു, ആ ഡ്രസ്സിങ് ഊര്, സ്വർഗത്തിലെ വസ്ത്രം പോലും കൊണ്ടുപോലും ഊരി ഇവിടെ വെക്കാൻ പറഞ്ഞു. എന്നിട്ട് ഉടുതുണി ഇല്ലാതെ അള്ളാഹ് ഇറക്കി വിട്ടെ. വാക്ക് പറഞ്ഞ പാലിച്ചില്ലെങ്കിൽ അവന് സ്വർഗം കിട്ടൂല. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ നിസ്കരിക്കുമല്ലോ ഇൻഷാ അല്ലാഹ്. ഇന്ന് നിസ്കരിക്കുമെന്ന് നിയ്യത്ത് ചെയ്യുന്നവര് കൈവെക്ക്. നാളത്തെ കാര്യം നിങ്ങൾ തീരുമാനിക്കും. ഇന്ന് ഞാൻ എന്തായാലും ഉസ്താദെ നിസ്കരിക്കും. ഒന്ന് കൈവെക്കും മനുഷ്യന്മാരെ, എന്താ താത്തന്മാരൊക്കെ. അൽഹംദുലില്ലാഹ്, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഈ മഗ്രിബ് നമസ്കാരം കഴിഞ്ഞിട്ട് ഒരു 6 റക്അത്ത് നിസ്കരിക്കും. എന്താ അതിന്റെ പേര്? എന്താപ്പാ? മഗ്രിബ് നമസ്കാരം കഴിഞ്ഞിട്ട്, മഗ്രിബിന്റെ ഫർള് നമസ്കാരം കഴിഞ്ഞിട്ട് നമ്മളൊക്കെ നിരന്തരമായി നിസ്കരിക്കുന്ന ഒരു നിസ്കാരം ഉണ്ടായിരുന്നു, അവ്വാബി നമസ്കാരം. അത് 4 റക്അത്താണ് ഏറ്റവും കുറഞ്ഞെന്നോ, അതുപോലെ 20 റക്അത്ത്. അതിന്റെ ഇടയിൽ ഒരു 6 റക്അത്ത്. അതന്നെ നമ്മൾ അവ്വാബി നമസ്കാരം, മഗ്രിബിന്റെ നമസ്കാരം കഴിഞ്ഞാൽ ദുനിയാവിന്റെ കാര്യം പറയാതെ ഒരു 6 റക്അത്ത് നിസ്കരിക്കുമായിരുന്നു. ഇപ്പൊ കഞ്ഞി കുടിക്കാനുള്ള തിരക്കിൽ നിസ്കരിക്കാറില്ല പലരും. ഇപ്പൊ നോമ്പ് തുറന്ന് സലാം കിട്ടിക്കഴിഞ്ഞാൽ ഫോട്ടോ എന്തോ കഞ്ഞി. എന്റെ പൊന്നാര് ചങ്ങായിമാരെ, പള്ളി കഞ്ഞി എഴുതിയിട്ടുണ്ടെങ്കിൽ നിനക്ക് അള്ളാഹ് അവിടെ തന്നെ വെച്ചിരിക്കൂല്ലേ? നിന്റെ റിസ്ക് അള്ളാഹു എഴുതി വെച്ചിട്ടുണ്ട്. നീ തിന്നേണ്ട ഭക്ഷണത്തിന്റെ മുകളിൽ അള്ളാഹു നിന്റെ പേര് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ നീ 6 റക്അത്ത് നിസ്കരിച്ചിട്ട് പോയാ നിന്റെ കഞ്ഞി അവിടെ തന്നെ ഇരിക്കും. എന്തിനാ ഓടണേ? എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, അവ്വാബി നമസ്കാരം, അതിന്റെ പ്രത്യേകത 12 വർഷത്തെ ഇബാദത്തിന്റെ കൂലിയുണ്ട്. അതുപോലെ തന്നെ ഹദീസിൽ മഹാന്മാര് പറഞ്ഞു തരുന്നു, 50 വർഷത്തെ പാപം പൊറുക്കണ നിസ്കാരം. അള്ളാഹു ഇന്ന് നിസ്കരിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ.
നമസ്കരിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഇന്ന് ഓടണ്ട, ഇതിനകത്ത് ഓതണ്ട സൂറത്ത് വരെ. ഒന്നാമത്തെ റക്അത്തിൽ സൂറത്തുൽ കാഫിറൂൻ, ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ. രണ്ടാമത്തെ റക്അത്തിൽ ഇദാ ജാഅ നസ്റുല്ലാ. മൂന്നാമത്തെ റക്അത്തിൽ തബ്ബത് യദാ അബീ ലഹബിൻ വതബ്. നാലാമത്തെ റക്അത്തിൽ ഖുൽ ഹുവല്ലാ. അഞ്ചാമത്തെ റക്അത്തിൽ ഖുൽ അഊദു ബിറബ്ബിൽ ഫലക്. ലാസ്റ്റ് റക്അത്തിൽ ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. ഈ 6 സൂറത്ത് ഓതിയിട്ട് അങ്ങോട്ട് നിസ്കരിക്കണം. 12 കൊല്ലത്തെ ഇബാദത്തിന്റെ കൂലി അല്ലാഹു തരും. അല്ലാഹു ഇന്ന് നിസ്കരിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. നാളത്തെ കാര്യം നിങ്ങൾ തീരുമാനിക്കും. ഇന്നത്തെ കാര്യം ആയുസുണ്ടെങ്കിൽ ഇന്ന് നിസ്കരിക്കോ? ഇന്നത്തെ വയത് കൊണ്ട് പ്രയോജനം ഉണ്ടോ നോക്കട്ടെ. ഒന്ന് കൈവക്കിക്കേ. ഇന്ന് നിസ്കരിക്കാന്നുള്ളത് മുത്തല്യങ്ങളൊക്കെ മുക്കട ചങ്ങായിമാരെ. അള്ളാഹു നമുക്കൊക്കെ ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു നമുക്കൊക്കെ ഭാഗ്യം തരുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധമായ റമളാൻ മാസം ഒരാള് ഒരു റക്അത്ത് നിസ്കരിച്ചാൽ ഒരു പട്ടണം അള്ളാഹു സ്വർഗത്തിൽ തരുന്നേ. ഇതറിയാത്ത ആരാ ഉള്ളേ? എടാ, റമളാൻ മാസത്തിൽ പോലും പള്ളിക്കകത്ത് തറാവീഹ് നടക്കുമ്പോ പ്രായം ചെന്ന രോഗം പിടിച്ച വാപ്പ ചുമച്ചിട്ട് ഇരിക്കാൻ പറ്റാതെ കസേരയിൽ ഇരുന്നൊക്കെ ഇങ്ങനെ നിസ്കരിക്കുന്നത് കാണുമ്പോ നല്ല ആരോഗ്യമുള്ള ചെറുപ്പക്കാരൻ പുറകിലിരിക്കുക, മൊബൈലുമായിട്ട് കുത്തിക്കൊണ്ടിരിക്കുക പള്ളി തറാവീഹ് നിസ്കാരം നടക്കുമ്പോ. നിങ്ങൾ ശ്രദ്ധിക്കണം സഹോദര, പള്ളിക്കകത്ത് നമസ്കാരം നടക്കുന്ന സമയത്ത് പള്ളികളെ പുറത്തിരുന്ന കുത്തല, ചിലര് 2ാം നിലയിൽ, ചിലര് ബാത്റൂമിന്റെ ഫ്രണ്ടിൽ, ചിലര് ഗേറ്റിന്റെ ബൈക്കിന്റെ മുകളിൽ കുത്തിക്കൊണ്ടിരിക്കുക. 18 റക്അത്ത് അങ്ങോട്ട് തീരുമ്പോൾ ഓട്ടം ഉണ്ട് കേട്ടാ, സ്വർഗത്തിലേക്കുള്ള ഓട്ടം. ഓടിപ്പോയിട്ട് സുജൂദി വീണ സലാം കഴിഞ്ഞു. ആരെയാടാ കളിയാക്കണ? അല്ലാഹുവിനെയാ. നീ ആരെയാ കളിയാക്കണ? പടച്ചവനെയാ. എന്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ റമളാൻ മാസം, ഈ പരിശുദ്ധമായ റമളാൻ മാസം വന്നിട്ട് പോലും നമസ്കരിക്കാത്തവരുള്ള കാലമാണ്. ഈ സദസ്സിലിരിക്കുന്ന നിങ്ങൾ നിസ്കരിക്കുന്നവരാണ്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. എന്തേ വാപ്പാ നിന്റെ മകനെ നീ പള്ളിയിൽ കൊണ്ടുപോകാത്തത്? നിങ്ങളുടെ മക്കളിൽ എത്ര പേരാണ് നമസ്കരിക്കുന്നത്? അല്ലാഹുവേ, പള്ളിയിലെ തറാവീഹ് നിസ്കരിക്കാൻ വരുന്ന എത്ര മക്കളാ ഉള്ളത്? ഇരിക്കുന്ന നിങ്ങളുടെ ഭാര്യമാരോട്, നിങ്ങളുടെ പെൺമക്കളോട് ചോദിക്ക്, എത്ര പേരാ തറാവീഹ് നിസ്കരിക്കുന്നത്? അതിനെക്കുറിച്ച് നമ്മൾ ചോദിക്കാറില്ല. എത്ര പേരാണ് പടച്ചവനെ രാവിലെ ഇടയത്താഴം അത്താഴം കടിക്കാൻ എഴുന്നേക്കും, എന്നിട്ട് പടച്ചവനെ കിടന്നുറങ്ങുകയാണ്, സുബഹി നമസ്കരിക്കാത്തവരുണ്ട്. എങ്കിൽ എന്റെ പ്രിയമുള്ള സഹോദരാ, മുത്തുനബി അവിടെന്ന് പറഞ്ഞു, സ്വഹാബാ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടെന്ന് പറഞ്ഞത് നീ മാത്രം നന്നാകണമെന്നല്ല പറഞ്ഞത്, നീ നരകത്തിൽ നിന്ന് രക്ഷപ്പെടണമെല്ലെന്ന് പറഞ്ഞത്. അദാഖു അൻഫുസകും വഅഹ്ലീകും നാറാ വഖൂദുഹന്നാസു വൽ ഹിജാറാ. അല്ലാഹു പറഞ്ഞത് നീ നിന്റെ കുടുംബത്തെ കൂടെ രക്ഷപ്പെടുത്തണമെന്നല്ലേ. വാപ്പാ, നീ മാത്രം രക്ഷപ്പെട്ടാ മതിയോ? നിന്റെ ഭാര്യ രക്ഷപ്പെടണ്ട്, നിന്റെ മക്കള് രക്ഷപ്പെടണ്ട്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളോട് പറയുകയാണ്. ഇത് പറയുമ്പോ ഉമ്മ ചോദിക്കും, ഉസ്താദേ എന്റെ മകളെ കെട്ടിച്ചു വിട്ടല്ലോ, എന്റെ പൊന്നുമോന് പെണ്ണ് കെട്ടിക്കഴിഞ്ഞല്ലോ, ഇനി എന്തിനാണ് ഞാൻ അവനെ നോക്കുന്നതെന്ന് ചോദിക്കുന്ന വാപ്പാ. മഹാനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് തന്റെ പ്രിയപ്പെട്ട പൊന്നാര മകള് ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയെ അലിയാരി തങ്ങളുടെ കയ്യിൽ പിടിച്ചു കൊടുത്തു. എന്നിട്ട് അല്ലാഹുവിന്റെ പ്രവാചകനതാ സുബഹിന്റെ സമയമാകുമ്പോ അലിയാരി തങ്ങളുടെ കൂടെ അതാ മണിയറയിൽ കിടന്നുറങ്ങുന്ന പൊന്നുമോള് അലിയാരി തങ്ങളുടെ കൂടെ കിടപ്പറയിലാണ്. ആ സമയത്ത് പ്രവാചകം തന്റെ പൊന്നാര മകളുടെ വീടിന്റെ മുന്നിൽ ചെന്നിട്ട് കെട്ടിച്ചു വിട്ട മകളെ വിളിക്കുന്നു, മോളെ ഫാത്തിമ, എഴുന്നേറ്റ് നിസ്കരിക്കും മോളെ. മുത്തുനബിയല്ലേ വിളിച്ചു കാണിച്ചു തന്നത്. എന്റെ പ്രിയപ്പെട്ട ഉമ്മയോട് അടുത്ത റൂമിൽ ഭർത്താവിന്റെ കൂടെ കിടക്കുന്ന പൊന്നുമോള്, എന്തേ നിസ്കരിക്കാ വിളിക്കാൻ നിനക്കെന്തേ കഴിയാത്തത്? അവരെ നിസ്കരിക്കാ വിളിപ്പിക്കാതെ, അവരെ വിളിച്ചുണർത്തി നിസ്കരിപ്പിക്കാതെ നീ സ്വന്തം നിസ്കരിച്ചിട്ട് കാര്യമുണ്ടോ? 15 വയസ്സുള്ള പൊന്നാര മകന് വീടിന്റെ അകത്ത് സുബഹി നമസ്കരിക്കാതെ കിടന്നുറങ്ങുമ്പോ നീ പള്ളിയിൽ പോയി നമസ്കരിക്കാൻ പോയാ നിനക്കെന്ത് പ്രതിഫലവാ? സ്വന്തം മക്കളെ നന്നാകാത്ത വാപ്പാ. അല്ലാഹുവിന്റെ പ്രവാചകം പറഞ്ഞു, നാളെ പടച്ചറപ്പിന്റെ പരലോകത്തിലെ ഏറ്റവും വലിയ വൃത്തികെട്ടവരെ 3 വിഭാഗമാ. കള്ളുകുടിയനല്ല, പലിശ തിന്നുന്നവനല്ല, കാഫിരീങ്ങളല്ല. അല്ലാഹുവിന്റെ പ്രവാചകം പറയുന്നു, ഈ സദസ്സിലിരിക്കുന്ന ചില വാപ്പമാരാ, ഈ സദസ്സിലിരിക്കുന്ന ചില ഉമ്മമാരാ, അല്ലാഹുവിന്റെ കരുണ കിട്ടാത്ത, പടച്ചവന് പരിഗണന കാണിക്കാത്ത, മുഖത്ത് പോലും നോക്കാത്ത, റബ്ബിന്റെ കോടതിയിലെ ഏറ്റവും വൃത്തികെട്ടവരെ 3 വിഭാഗമാണ്. ആ 3
മൂന്ന് വിഭാഗത്തിലെ ഒരു വിഭാഗം ആരെന്നറിയുമോ? തന്റെ ഭാര്യയും മക്കളും തെറ്റ് ചെയ്യുമ്പോ ആ തെറ്റ് ചെയ്യുന്നത് കണ്ടിട്ട് അതിന് നിസാരമായി തള്ളിക്കളയുന്ന മുസ്ലിമേ, നിന്നെ അല്ല വെറുതെ വിടത്തില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആരെ പോലെ ആകണമെന്നറിയുമോ? നിങ്ങൾ ആരെ പോലെ ആകണമെന്നറിയുമോ? മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, അന്ന് പച്ചക്കുബ്ബയുടെ മടിത്തട്ടിൽ മുത്തുനബിയുടെ ചാരത്ത് കിടക്കുന്ന ഉമർ തങ്ങളുണ്ടല്ലോ, അല്ലാഹുവിന്റെ റസൂലിന്റെ ചാരത്ത് കിടക്കുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, ആ ഉമർ തങ്ങളെ പോലെയാകണം ഒരു വീട്ടിലെ വാപ്പ. ഒരു ഉമ്മയാകേണ്ടത് ഉമർ തങ്ങളെ പോലെയാണ്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അതാ നമസ്കരിക്കുന്നതിന് വേണ്ടി എഴുന്നേറ്റ് കഴിഞ്ഞാൽ തന്റെ ഭാര്യയെ വിളിച്ചുണർത്തുകയാണ്. എന്നിട്ട് തന്റെ മക്കളുടെ ചാരത്തേക്ക് കടന്നു പോവുകയാ. വാപ്പാ, വിളിച്ചുണർത്തണം വാപ്പാ, നിനക്കറിയുമല്ലോ 7 വയസ്സുള്ളവനോട് നമസ്കരിക്കാൻ കൽപ്പിക്കണം. യഥാ 10 വയസ്സായിട്ട് നിസ്കരിക്കാത്തവനെ തല്ലണമെന്നാണ്. 7 വയസ്സുള്ളവനോട് നിസ്കരിക്കാൻ കൽപ്പിക്കണം, 10 വയസ്സായിട്ട് നിസ്കരിക്കാത്തവനെ തല്ലണം. നിസ്കരിക്കാത്തതിന്റെ പേരിൽ മക്കളെ തല്ലിയ ഏതെങ്കിലും ഒരു വാപ്പ ഉണ്ടെങ്കിൽ കൈവക്ക്, നിനക്ക് ദുആ ചെയ്യാനാ, ഒന്ന് കൈവക്കിക്കേ. നിസ്കരിക്കാത്തതിന്റെ പേരിൽ ഇന്നുവരെ മക്കളെ തല്ലിയ ഒരു വാപ്പ ഒന്ന് കൈവക്കിക്കേ. ഫാൻ ഇടിഞ്ഞ് താഴെ വീഴാതെ കാത്തോ, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ.